തോമാച്ചേട്ടനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് തൻ്റെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചപ്പോഴാണ് അച്ഛൻ നടന്നു വരുന്നത് വൈശാഖൻ കണ്ടത്. എവിടേക്കാ അച്ഛാ? ആ മോനെ, എൻ്റെ ഷുഗറിൻ്റെ ഗുളിക തീർന്നു പോയി, ഒന്ന് മേടിച്ചു കൊണ്ട് വരാമോ? അച്ഛനോട് ഗുളിക മേടിക്കാനുള്ള ചീട്ട് മേടിച്ചുകൊണ്ട് ശരവേഗത്തിൽ ബൈക്ക് ഓടിച്ചുകൊണ്ട് അവൻ പോയി. മെഡിക്കൽ സ്റ്റോറിൽ കയറി മരുന്ന് മേടിച്ചിറങ്ങിയപ്പോഴാണ് ലക്ഷ്മിയുടെ ഫ്രണ്ടും അനൂപിൻ്റെ കാമുകിയുമായ പ്രിയയെ അവൻ കാണുന്നത്. ആ വൈശാഖേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു വിശേഷവുമില്ല പ്രിയേ. ലക്ഷ്മിക്ക് എന്തു പറ്റി 2 ദിവസമായിട്ട് കോളേജിൽ വരാത്തത്? ഞാൻ വിളിച്ചിട്ട് അവൾ ഫോണും എടുത്തില്ലല്ലോ. വൈശാഖൻ വീണ്ടും ഞെട്ടി. 2 ദിവസമായെന്നോ? അത് അവൾക്ക് തലവേദനയായിരുന്നു, അതാണ്. അതേയോ? ശരി, എന്നാൽ ഞാൻ വിളിച്ചോളാം കേട്ടോ. പ്രിയ നടന്നു നീങ്ങി. വൈശാഖൻ്റെ മനസ്സ് നീറിപ്പുകഞ്ഞു. 2 ദിവസമായിട്ട് അവൾ എവിടെ പോയിരുന്നു? തന്നോട് പറയാത്ത എന്ത് കാര്യമാണ് അവളുടെ മനസ്സിൽ? അച്ഛന് കൊണ്ടുപോയി മരുന്നും കൊടുത്തിട്ട് വൈശാഖൻ മുറിയിലേക്ക് വന്നു. അമ്മയും അനുജത്തിമാരും കൂടി ലക്ഷ്മിയുടെ അടുത്ത് ഇരിക്കുകയാണ്. അവനെ കണ്ടതും സുമിത്ര എഴുന്നേറ്റു. ആ, നീ വന്നോ? ലക്ഷ്മി മോൾക്ക് വീണ്ടും ആ തലവേദനയാണ്. മീര ഡോക്ടറുടെ അടുത്ത് ഒന്ന് കൊണ്ടുപോയി കാണിക്കുക. എന്നാൽ നീ റെഡിയാക്. ഇന്ന് കൂടി കുറയുമെന്ന് നോക്കട്ടെ ഏട്ടാ. മോളൊന്നും പറയണ്ട, വേഗം ഹോസ്പിറ്റലിൽ പോയി ഒന്ന് കാണിച്ചാൽ തീരും ഈ തലവേദന. അത് പറഞ്ഞുകൊണ്ട് അവർ 3 പേരും പുറത്തേക്ക് ഇറങ്ങി. വൈശാഖൻ പോയി വാതിൽ ചാരിയിട്ടു. എന്നിട്ട് ലക്ഷ്മിയുടെ അടുത്തേക്ക് അവൻ ചെന്നു. ഞാൻ വിളിച്ചപ്പോൾ നിന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നല്ലോ. ആണോ? കോളേജിൽ വെച്ച് ഞാൻ ഓഫ് ചെയ്തതാണ്. ഇന്ന് എക്സാം വല്ലതും ഉണ്ടായിരുന്നോ? ഇന്നില്ലായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്നു. അത് എളുപ്പമായിരുന്നോ? എന്നിട്ട്? കുഴപ്പമില്ലായിരുന്നു ഏട്ടാ. നിന്റെ ഫ്രണ്ട് പ്രിയയെ ഇന്ന് ഞാൻ കണ്ടു. ഇന്നലത്തെ പരീക്ഷ എഴുതാൻ നീ എന്താ വരാഞ്ഞത് എന്നവൾ ചോദിച്ചു. ഇന്നലെയും ഇന്നും നീ എന്താ ലീവ് എടുത്തത് എന്നുകൂടി അവൾ ചോദിച്ചു. വൈശാഖൻ്റെ വാക്കുകൾ കേട്ട് തരിച്ചിരിക്കുകയാണ് ലക്ഷ്മി. അവൾക്ക് അവൻ്റെ നേരെ മുഖം ഉയർത്തി നോക്കുവാൻ ഭയം തോന്നി. വൈശാഖൻ എഴുന്നേറ്റ് തൻ്റെ അടുക്കലേക്ക് വരുന്തോറും അവളുടെ ചങ്കിടിച്ചു. നീ എവിടെ പോയതായിരുന്നു ലക്ഷ്മി? ഇന്ന് നീ ക്ലാസ്സിൽ പോയില്ലേ? അത് പിന്നെ ഏട്ടാ, ഞാൻ ഇന്ന് നീ എവിടെ പോയതായിരുന്നു? ഇന്ന് ഞാനാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയതാണ്. ഏത് ഫ്രണ്ട്? മെറീനയുടെ അമ്മയെ കാണാൻ. ആരൊക്കെ ആയിട്ടാണ് പോയത്? ഞാനും ദേവികയും. നിങ്ങൾ 2 മാത്രമോ? അതോ? ഞാനും അവളും കൂടെയാണ് പോയത്. വേറെ ആരുമില്ലായിരുന്നു ഏട്ടാ. അത് പറയുകയും വൈശാഖൻ ഒറ്റ അടിയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് ലക്ഷ്മി കട്ടിലേക്ക് വീണുപോയി. എന്തും ഞാൻ സഹിക്കും, പക്ഷേ കള്ളത്തരം കാണിച്ചാലും പറഞ്ഞാലും ഞാനത് പൊറുക്കില്ല. അത് ആരാണേലും ശരി. വൈശാഖൻ മുറിവിട്ടിറങ്ങിപ്പോയി. ആ കൊച്ചിനെയും കൊണ്ട് ആശുപത്രിയിൽ പോകാൻ പറഞ്ഞിട്ട് അവൻ ഇതെവിടെ പോയി? വൈശാഖൻ്റെ ബൈക്ക് സ്റ്റാർട്ടായി പോകുന്നത് കണ്ടുകൊണ്ട് വന്നതായിരുന്നു സുമിത്ര. അവർ വേഗം തന്നെ ലക്ഷ്മിയുടെ മുറിയിലേക്ക് ചെന്നു. ചരിഞ്ഞു കിടക്കുകയായിരുന്നു അവൾ. മോളെ ലക്ഷ്മി, അവർ അവളുടെ തോളിൽ തട്ടി വിളിച്ചു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ അവരെ നോക്കി. അയ്യോ, എന്താ പറ്റിയത്? മോൾ കരയുകയാണോ? അവൾ നിഷേധാർത്ഥത്തിൽ തലകുലുക്കി. എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? ആകെ വല്ലാണ്ടിരിക്കുന്നല്ലോ. ഒന്നുമില്ലമ്മേ, നാളെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകാം എന്നാണ് ഏട്ടൻ പറഞ്ഞത്. അവൻ പറയുന്നത് പോലെ ഒന്നുമല്ല. മോൾ എഴുന്നേക്ക്, ഞാൻ അച്ഛനെയും കൂട്ടി ഇപ്പോൾ വരാം. ലക്ഷ്മിക്ക് ഇപ്പോഴും ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല. വൈശാഖേട്ടൻ എല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്ന് താൻ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല. സംഭവിച്ച കാര്യങ്ങളെല്ലാം ഏട്ടനോട് പറയണം എന്നുണ്ടായിരുന്നു. പക്ഷേ അച്ഛനും അമ്മയും ഉണ്ണിമോളും കൂടി റൂമിലേക്ക് കയറി വന്നു. എന്താ മോളെ, എന്തു പറ്റി? ശേഖരൻ വാത്സല്യത്തോടെ അവളോട് ചോദിച്ചു. കുറച്ച് ദിവസമായിട്ട് വല്ലാത്ത തലവേദനയാണ് അച്ഛാ. ഈയിടെ എക്സാം ഉണ്ടായിരുന്നു. നെറ്റിലിരുന്ന് പഠിച്ചിട്ടാണോന്നറിയില്ല. ഏട്ടത്തിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്. ചിലപ്പോൾ ഉറക്കം വെടിഞ്ഞു പഠിച്ചിട്ടായിരിക്കും. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റാൽ തീരും പ്രശ്നം. എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ നാളെ നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോകാം അച്ഛാ. ലക്ഷ്മി പറഞ്ഞത് ശരിയാണെന്ന് അവർക്കും തോന്നി. ഒടുവിൽ അവളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവർ 3 മുറിവിട്ടിറങ്ങി. ലക്ഷ്മിക്ക് തൻ്റെ സങ്കടം മുഴുവൻ അണപൊട്ടി ഒഴുകി. എത്ര സമയം ആ കിടപ്പ് കിടന്നു എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഇടയ്ക്ക് സുമിത്രയും വീണയും ഒക്കെ മാറി മാറി വന്ന് അവളോട് വിവരം തിരക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾ അശോകൻ്റെ നമ്പറിൽ വിളിച്ചു. ഹലോ, എന്താ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം? അച്ഛാ, കുറച്ച് ദിവസമായിട്ട് എനിക്ക് വല്ലാത്ത തലവേദന. മൈഗ്രെയിൻ ആണോന്ന് തോന്നുന്നു. അച്ഛൻ കാലത്തെ ഇവിടെ വരെ ഒന്ന് വരാമോ? ആ രോഹിണി മാഡത്തിനെ ഒന്നുപോയി കണ്ടാലോ എന്ന് ഓർക്കുകയാണ്. മോളെ, നീ ഇതുവരെയായിട്ടും എന്താ അച്ഛനോട് പറയാതിരുന്നത്? ഇപ്പോൾ വരട്ടെ അച്ഛൻ? വേണ്ട, നാളെ കാലത്തെ വന്നാൽ മതി. ശരി, അച്ഛൻ നാളെ കാലത്തെ വരാം. മോള് റെസ്റ്റ് എടുക്ക്. അച്ഛൻ ഫോൺ വെച്ച് കഴിഞ്ഞതും ലക്ഷ്മി കണ്ണുകൾ അടച്ചു കിടന്നു.
വൈശാഖൻ വന്നപ്പോൾ അന്ന് ഇത്തിരി താമസിച്ചിരുന്നു. അവൻ ലക്ഷ്മിയെ ഒന്ന് നോക്കുക പോലും ചെയ്തില്ല. രാത്രിയിൽ എല്ലാവരും ഒരുമിച്ച് അത്താഴം കഴിക്കുവാനിരിക്കുകയാണ്. വൈശാഖനും ലക്ഷ്മിയും പരസ്പരം മുഖം കൊടുക്കാതെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോഴാണ് വീണ അത് ശ്രദ്ധിച്ചത്. യോ, ഈ ഏട്ടത്തിയുടെ ഇടത്തെ കവിളിൽ നീരുള്ളതുപോലെ. നോക്കിക്കേ അമ്മേ. വീണ അത് പറയുമ്പോൾ ലക്ഷ്മിയും വൈശാഖനും ഒരുപോലെ ഞെട്ടി. പറഞ്ഞതുപോലെ നേരാണല്ലോ. എന്ത് പറ്റിയതാ മോളെ? സുമിത്ര ഊണ് കഴിക്കുന്നത് നിർത്തിയിട്ട് അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നു. ലക്ഷ്മി പതിയെ തൻ്റെ ഇടത്തെ കവിളിൽ ഒന്ന് തലോടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അത് അമ്മേ, ഞാൻ ഇത്രയും സമയം ഇടതുവശത്തേക്ക് ചരിഞ്ഞു കിടന്നാണ് ഉറങ്ങിയത്. അതുകൊണ്ടാണ്. ഷോ, എന്നാലും ഇത് എന്തൊരു കഷ്ടമാണ് വൈശാഖ. നാളെ രാവിലെ മോളെയും കൂട്ടി ആശുപത്രിയിൽ പോകണം കേട്ടോ. അത് കഴിഞ്ഞേ ഉള്ളൂ ബാക്കി കാര്യം. സുമിത്ര വീണ്ടും ഊണ് കഴിക്കാൻ വന്നിരുന്നു. ഏട്ടൻ എന്താ ഇന്ന് ഒന്നും മിണ്ടാതെ ഇരിക്കുന്നത്? മൗനവ്രതമാണോ? ഉണ്ണിമോൾ വൈശാഖനെ നോക്കി. മിണ്ടാതിരിക്കടി, ഇരുന്ന് കഴിച്ചിട്ട് പോയി വല്ലതും വായിച്ചു പഠിക്കാൻ നോക്ക്. ഏട്ടൻ അല്പം ദേഷ്യത്തിലാണെന്ന് മനസ്സിലാക്കിയതും പിന്നീട് ഉണ്ണിമോൾ ഒന്നും സംസാരിച്ചില്ല. അത്താഴം കഴിച്ചു കഴിഞ്ഞതും വൈശാഖൻ വെറുതെ TV കണ്ടുകൊണ്ട് സെറ്റിയിൽ ഇരിക്കുകയാണ്. നീ കിടക്കുന്നില്ലേ മോനെ? നേരം ഒരുപാടായി. അച്ഛാ, കിടക്കാൻ പോവാണ്. ഒരു കോട്ടുവായി ഇട്ടുകൊണ്ട് അവൻ എഴുന്നേറ്റു. ലക്ഷ്മി ഒരു വശം ചെരിഞ്ഞ് കിടക്കുകയാണ്. താൻ അടിച്ചതിൻ്റെ പാട് ഇപ്പോഴും കവളിലുണ്ട്. അത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു. എന്നാലും അവൾ തന്നിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് എന്ന് ഓർത്തപ്പോൾ അവന് ദേഷ്യമായി. ഒരു കാര്യം ഉറപ്പാണ്, ലക്ഷ്മിക്ക് വല്ലാത്ത ക്ഷീണമുണ്ട്. ഇനി എന്തെങ്കിലും അസുഖമായിട്ടാണോ ലക്ഷ്മി ഹോസ്പിറ്റലിൽ പോയത്? തന്നോട് പറയാൻ പറ്റാത്ത വിധം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വൈശാഖൻ വന്ന് അവളുടെ അടുത്ത് കിടന്നു. ലക്ഷ്മിയോട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് അവന് ആഗ്രഹമുണ്ട്. പക്ഷേ അവളെ അടിച്ചതുകൊണ്ട് എന്തോ ഒരു വല്ലായിക അവന് അനുഭവപ്പെട്ടു. പക്ഷേ അവൾ അവൻ്റെ നേർക്ക് തിരിഞ്ഞു കിടന്നു. വൈശാഖേട്ടാ, ആം സോറി. ഞാൻ മനഃപൂർവ്വമല്ല. അത്രയും മാത്രം പറയുവാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോഴേക്കും അവൾ പൊട്ടിക്കരഞ്ഞു. ഒന്ന് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കണമെന്ന് അവന് തോന്നി. വൈശാഖൻ പക്ഷേ അനങ്ങിയില്ല. അവൻ കറങ്ങുന്ന ഫാനിലേക്ക് കണ്ണു നട്ട് കിടന്നു. കുറച്ചു സമയം അവൾ അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. വൈശാഖൻ അപ്പോഴേക്കും ചരിഞ്ഞു കിടന്നു. അവൻ കണ്ണുകൾ അടച്ചപ്പോൾ പിന്നെ ലക്ഷ്മിയും കിടന്നു. വൈശാഖൻ പക്ഷേ ഉറങ്ങിയിരുന്നില്ല. അവൻ്റെ കണ്ണുകളും നിറഞ്ഞു വന്നു. താൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ തൻ്റെ നേർക്ക് കണ്ണിമയ്ക്കാതെ നോക്കിയിരുന്ന ലക്ഷ്മിയായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. അവളുടെ മനസ്സ് നിറയെ തന്നോടുള്ള ഇഷ്ടമായിരുന്നു. ഓരോ നിമിഷവും തനിക്ക് ധൈര്യം തന്നു കൊണ്ടിരുന്നവൾ സദാ തൻ്റെ ചാരെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസമായിട്ട് ലക്ഷ്മിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അവന് മാത്രം മനസ്സിലായില്ല. എന്നാലും താൻ അവളെ അടിച്ചത് മോശമായിപ്പോയി. വേണ്ടിയിരുന്നില്ല. എന്നാലും തനിക്ക് പെട്ടെന്ന് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കളവ് പറയുന്നത് മാത്രം തനിക്ക് സഹിക്കാനും പൊറുക്കാനും കഴിയില്ല. താൻ അവളുടെ ഭർത്താവല്ലേ? തന്നോട് പറയാത്ത എന്ത് രഹസ്യമാണുള്ളത്? നാളെ എന്തായാലും അവളോട് സംസാരിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. അവൻ നോക്കിയപ്പോൾ ലക്ഷ്മി ഉറങ്ങുകയാണ്. എന്നും അവൾ പുതപ്പിനു വേണ്ടി അവനോട് അടികൂടുന്നതാണ്. അവൻ തൻ്റെ പുതപ്പെടുത്ത് അവളുടെ ദേഹത്തേക്ക് ഇട്ടുകൊടുത്തു. കാലത്തെ വൈശാഖനാണ് ആദ്യം ഉണർന്നത്. കുറച്ച് ദിവസമായി അമ്പലത്തിലൊന്ന് പോയിട്ട് മനസ്സിനാണെങ്കിൽ ഒരു സുഖവുമില്ല. എന്തായാലും കാലത്തൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം എന്നവൻ തീരുമാനിച്ചു. കുളി കഴിഞ്ഞു വേഷം മാറി അവൻ അമ്പലത്തിലേക്ക് പോയി. ലക്ഷ്മി അപ്പോഴാണ് ഉണർന്നത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അശോകൻ മേലേടത്ത് വീട്ടിൽ എത്തിച്ചേർന്നു. ഞാൻ മോളെ ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് വൈകിട്ട് കൊണ്ടുവന്ന് ആക്കാം. ഇന്ന് കാലത്തെ ഇവർ രണ്ടാളും കൂടെ ഹോസ്പിറ്റലിൽ പോകാനിരുന്നതാണ്, ശേഖരൻ പറഞ്ഞു. അതൊന്നും സാരമില്ല ശേഖരേട്ടാ. മോൾക്ക് നേരത്തെ ഒരു പ്രാവശ്യം ഇതുപോലെ തലവേദന വന്നതാണ്. അന്ന് ഉറക്കമൊളച്ച് ഇരുന്ന് പഠിച്ചതാണ്. ആ ഡോക്ടറാണ് എന്നിട്ട് തലവേദന മാറ്റിയെടുത്തത്. അതുകൊണ്ട് ഞാൻ മോളെ അവിടെ കൊണ്ടുപോയി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അശോകൻ പറഞ്ഞപ്പോൾ ശേഖരൻ മറുത്തൊന്നും പറഞ്ഞില്ല. അച്ഛാ, ഏട്ടൻ വന്നിട്ട് പോകാം. ഏട്ടൻ 10 മിനിറ്റിനുള്ളിൽ വരും. അവൾ വേഗം റെഡിയാകാനായി പോയി. കുറച്ചു കഴിഞ്ഞതും വൈശാഖൻ എത്തിച്ചേർന്നു. അശോകൻ കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു. സത്യത്തിൽ അവന് സമ്മതമല്ലായിരുന്നു. പക്ഷേ അവൻ എതിരൊന്നും പറഞ്ഞതുമില്ല. ലക്ഷ്മി വേഷം മാറി നിൽക്കുകയാണ്. ഇന്ന് നീ എങ്ങോട്ടാടി പോകുന്നത്? അവൻ വരുമോ നിന്നെ കൊണ്ടുപോകാൻ? വൈശാഖേട്ടാ, പ്ലീസ്, ദയവ് ചെയ്ത് എന്നോടൊന്നും പറയരുതേ. നിന്നോടെന്ത് പറയാനാണ്? നീ അശോകൻ മുതലാളിയുടെ പൊന്നുമോളല്ലേ. നമ്മളൊക്കെ നിന്റെ സേവകർ. അവൻ പുച്ഛിച്ചു. കുറച്ച് ദിവസമായിട്ട് എന്തൊക്കെയോ ക്ഷീണം. അതുകൊണ്ട് ഹോസ്പിറ്റൽ വരെ പോകാമെന്നോർത്തു. ഇവിടെ ഒന്നും ഡോക്ടർമാരില്ല. അതുകൊണ്ട് നീ പോയിട്ട് വാ. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. എന്താ വൈശാഖേട്ടാ ഇത്? ഞാൻ അതിന് മാത്രം. കൂടുതൽ സംസാരമൊന്നും ആവശ്യമില്ല. നിന്റെ അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ലക്ഷ്മി അച്ഛൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു. മോളെ, നീ ഇത്ര വേഗം റെഡിയായോ? ഒരു ചുരിദാർ ഇട്ടാൽ പോരെ അച്ഛാ. അതിന് ഒരുപാട് ടൈമൊന്നും വേണ്ട.
വൈകിട്ട് വൈശാഖനെ പറഞ്ഞയക്കാം, മോള് വരണം കേട്ടോ. ഇറങ്ങാൻ നേരം സുമിത്ര അവളോട് പറഞ്ഞു. ശരി അമ്മേ, ഞാൻ ഏട്ടൻ്റെ കൂടെ വന്നോളാം. അവർ രണ്ടാളും കൂടി കാറിൽ കയറിപ്പോയി. നിനക്ക് കൂടി പോകാമായിരുന്നു മോനെ. ശേഖരൻ മകനെ നോക്കി. അവൾ വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്, ഞാൻ ചോദിച്ചതാ. മോൻ വൈകിട്ട് ലക്ഷ്മി മോളെ പോയി കൂട്ടിക്കൊണ്ടു വാ കേട്ടോ. ആ കുട്ടി പോയാൽ വീട് ഉറങ്ങിയ പോലെയാണ്. സുമിത്രയാണെങ്കിൽ അശോകന് കൊടുത്ത ചായയുടെ ഗ്ലാസ് എടുത്തുകൊണ്ട് മകനോട് പറഞ്ഞു. അച്ഛാ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ അച്ഛനോട് സംസാരിക്കണം. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും ലക്ഷ്മി അച്ഛനോട് പറഞ്ഞു. എന്താ മോളെ, എനി പ്രോബ്ലം? അച്ഛാ, ഒരു പ്രശ്നമുണ്ട്. പറയും മോളെ. അച്ഛാ, നമ്മളിപ്പോൾ പോകുന്നത് മേരിമാതാ ഹോസ്പിറ്റലിലാണ്, നമ്മുടെ ദീപേച്ചിയെ കാണാൻ. അത് പറഞ്ഞതും അയാൾ വണ്ടി വേഗം ചവിട്ടി നിർത്തി. ദീപമോൾക്ക് എന്തു പറ്റി? ചേച്ചിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അച്ഛാ, നമ്മൾക്ക് വേഗം അവിടേക്ക് പോകാം. നീ കാര്യം പറയും മോളെ, എന്നിട്ട് പോകാം. എനിക്ക് നിന്റെ മുഖം കണ്ടപ്പോൾ എന്തോ പന്തികേട് തോന്നിയിരുന്നു. അയാൾ ഉള്ളിലെ അങ്കലാപ്പ് മറച്ചു വെച്ചില്ല. അത് അച്ഛാ, ചേച്ചി ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി അച്ഛാ. വാട്ട്? എന്തൊക്കെയാണ് മോളെ നീ പറയുന്നത്? അശോകൻ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അതെ അച്ഛാ, ചേച്ചി മിനിഞ്ഞാന്ന് ഉച്ചയായപ്പോൾ ചേച്ചിയുടെ വെയിൻ കട്ട് ചെയ്തു. അപ്പോൾ തന്നെ അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. ഒരുപാട് ബ്ലഡ് പോയി. ഇപ്പോൾ അപകടനില തരണം ചെയ്തു കഴിഞ്ഞു. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല മോളെ. എന്താണ് അവൾക്ക് സംഭവിച്ചത്? അയാൾ കരഞ്ഞു. അച്ഛാ, രാജീവേട്ടൻ, അയാൾ അത്രയ്ക്ക് ശരിയല്ല അച്ഛാ. അയാൾ കാരണമാണ് ചേച്ചി. മോളെ, നീ ഒന്ന് തെളിച്ചു പറ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അച്ഛാ, അച്ഛൻ സമാധാനപ്പെട്, എല്ലാം ഞാൻ പറയാം. അവൾ കാറിൽ നിന്ന് ഇറങ്ങി. പിറകെ അശോകനും. അച്ഛാ, രാജീവേട്ടൻ്റെ വല്യച്ഛൻ്റെ മകൻ്റെ മകൻ കാർത്തിക് എൻ്റെ ക്ലാസ്മേറ്റാണ്. അച്ഛൻ അറിയില്ലേ? അറിയാം മോളെ. അവനാണ് എന്നോട് പറഞ്ഞത് രാജീവേട്ടൻ ഒരു സ്ത്രീയുമായിട്ട് കുറച്ച് ദിവസമായിട്ട് കറക്കമാണെന്ന്. അവൻ സിനിമ കാണാൻ പോയപ്പോൾ അവരെ രണ്ടാളെയും കണ്ടു. അതുപോലെ തന്നെ ടൗണിൽ വെച്ചും കണ്ടെന്നു. അവനെ ഞാൻ... അയാൾ പല്ല് ഞെരിച്ചു. ദീപേച്ചിയും അമ്മയും കൂടി ടൗണിൽ വെച്ച് ഇവരെ രണ്ടാളെയും കണ്ടെന്ന്. അത് ചോദിക്കാൻ ചെന്ന ചേച്ചിയെ അയാൾ അവിടെ വെച്ച് തല്ലി. അന്ന് രാത്രിയിൽ അയാൾ വന്നതിന് ശേഷം ചേച്ചിയെ വീണ്ടും ഒരുപാട് ഉപദ്രവിച്ചു. കാർത്തികിൻ്റെ വീട്ടിലാണ് ഒടുവിൽ ചേച്ചി അഭയം പ്രാപിച്ചത്. അങ്ങനെ കാർത്തികിൻ്റെ അമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് അവൻ എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. ഞാൻ അപ്പോൾ തന്നെ ചേച്ചിയെ വിളിച്ചു. ചേച്ചി എന്നോട് പറഞ്ഞു ഇത് മറ്റാരും അറിയരുത്, ചേച്ചി തന്നെ സോൾവ് ആക്കിക്കോളാമെന്നും. അങ്ങനെ ഞാൻ ഈ കാര്യം ആരോടും പറയാതിരുന്നത്. രാജീവേട്ടൻ ഒരു മാറ്റവും ചേച്ചി കണ്ടില്ല. അയാൾ പിന്നെയും ചേച്ചിയെ ഉപദ്രവിക്കുകയും ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അവസാനം ക്ഷമ നശിച്ചിട്ടാണ് ആ പാവം അങ്ങനെ ചെയ്തത്. അത് പറയുമ്പോൾ ലക്ഷ്മിയുടെ കണ്ടമിടറി. അവൾക്ക് കൂട്ടിനായി ആരുണ്ട് മോളെ? അവിടുത്തെ അമ്മയുണ്ട്. നീ വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. രണ്ടാളും വന്ന് കാറിൽ കയറി. അത് വേഗം ഓടിച്ചുകൊണ്ട് അയാൾ പോയി. ഹോസ്പിറ്റലിൽ വന്ന് മകളെ കണ്ടതിന് ശേഷമാണ് അയാൾക്ക് ശ്വാസം നേരെ വീണത്. അച്ഛനും മക്കളും കുറേ സമയം ഇരുന്ന് കരഞ്ഞു. ഒന്ന് ശാന്തമായപ്പോൾ ലക്ഷ്മി എഴുന്നേറ്റത്. അശോകന് ബാങ്ക് വരെ അത്യാവശ്യമായിട്ട് പോകണമായിരുന്നു. അയാൾ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. ഇപ്പോൾ എങ്ങനെയുണ്ട് ചേച്ചി? കുറവുണ്ട്. മോളെ, നിന്റെ തലവേദന മാറിയോ? അങ്ങനെ തന്നെ ഇരിക്കുന്നു ചേച്ചി. വൈശാഖൻ എന്തു പറയുന്നു? ലക്ഷ്മി തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം ചേച്ചിയോട് പറഞ്ഞു. അവൻ അവളെ അടിച്ചത് മാത്രം പറഞ്ഞില്ല. സാരമില്ല മോളെ, നീ വിഷമിക്കേണ്ട. ചേച്ചിയുടെ അവസ്ഥ പോലെയല്ല. നിനക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടിയത്. എല്ലാ കാര്യങ്ങളും നീ വൈശാഖനോട് തുറന്നു പറയണം കേട്ടോ. ലക്ഷ്മി വെറുതെ തല കുലുക്കുകയാണ് ചെയ്തത് എന്ന് ദീപയ്ക്ക് മനസ്സിലായി. കുറേ സമയം ചേച്ചിയുടെ അടുത്ത് ചിലവഴിച്ചതിന് ശേഷം ലക്ഷ്മി അച്ഛൻ്റെ കൂടെ പോകാൻ തയ്യാറായി. ഒരു ദിവസം കൂടി രാജീവൻ്റെ അമ്മയോട് ദീപയ്ക്ക് കൂട്ടായി നിൽക്കാൻ പറഞ്ഞിട്ട് അശോകൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അവർ അവിടെ നിന്ന് പോയതും ദീപ തൻ്റെ ഫോൺ എടുത്തു. ഹലോ വൈശാഖൻ, ദീപേച്ചിയാണ്. മേരിമാതാ ഹോസ്പിറ്റൽ ഒന്ന് വരാമോ? അവൻ വരാമെന്ന് ഏറ്റതും അവൾ കോൾ കട്ട് ചെയ്തു. എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറയണം. അത് കഴിഞ്ഞു ബാക്കി കാര്യം. തൻ്റെ ജീവിതം നശിച്ചു. ഇനി തൻ്റെ അനുജത്തിയുടെ ജീവിതം കൂടി നശിക്കാൻ താനായിട്ട് ഇടവരുത്തരുത് എന്നവൾ നിശ്ചയപ്പെടുത്തി. ലക്ഷ്മിയും അശോകനും കൂടി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ സമയം 2 മണി കഴിഞ്ഞിരുന്നു. കാര്യങ്ങളെല്ലാം കേട്ടതും ശ്യാമള വാവിട്ട് കരഞ്ഞു. എന്നാലും എൻ്റെ കുഞ്ഞിനോട് അവനിത് ചെയ്യാൻ തോന്നിയല്ലോ. അവൾ എന്തുമാത്രം വിഷമിച്ചു കാണും, പാവം. അമ്മ ഒന്ന് അടങ്ങ്. നാളെ എന്തായാലും നമുക്ക് തീരുമാനമുണ്ടാക്കാം. നമുക്ക് ഇപ്പോൾ തന്നെ അവളുടെ അടുത്തേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമള എഴുന്നേറ്റു. അടുത്ത ദിവസം കാലത്തെ പോകാമെന്ന് പറഞ്ഞുവെങ്കിലും ശ്യാമള അതിന് തയ്യാറായില്ല. അങ്ങനെ വീണ്ടും അവർ ദീപയുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. കുറച്ച് സമയം എല്ലാവരും കൂടെ സംസാരിച്ചിരുന്നു. മുറിയിലേക്ക് പോകാനായി എഴുന്നേറ്റതും ലക്ഷ്മിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. അടുത്തു കിടന്ന കസേരയിൽ അവൾ മുറുകെ പിടിച്ചു. പക്ഷേ അവൾ അപ്പോഴേക്കും നിലത്തേക്ക് വീണുപോയി.